ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 നവംബർ 20 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2024 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ. 19ാമത് G20 ഉച്ചകോടിയാണ് റിയോ ഡി ജനീറോയിൽ വെച്ച് നടക്കുന്നത്. അതേപോലെ 2023 G20 ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ് 2023 G20 ഉച്ചകോടിയുടെ വേദിയായിട്ടുള്ളത്. ഓക്കെ, 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് നീതിപരവും സുസ്ഥിരവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് നീതിപരവും സുസ്ഥിരവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക. 2024 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ റിയോ ഡി ജനീറോ ആണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. അടുത്ത ചോദ്യം, ഭരണരംഗത്ത് ടിയാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായി ടിയാരി എന്ന് ഉപയോഗിക്കേണ്ടതില്ല എന്ന് സർക്കുലർ ഇറക്കിയത് ഏത് വകുപ്പാണ്? അത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ്. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ്. അടുത്ത ചോദ്യം, ലോക ശിശുദിനം. ലോക ശിശുദിനം നവംബർ 20 ലോക ശിശുദിനം നവംബർ 20. 2024 ലോക ശിശുദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ലിസൺ ടു ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. 2024 ലോക ശിശുദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ലിസൺ ടു ദ ഫ്യൂച്ചർ. അടുത്ത ചോദ്യം, 2024 നവംബറിൽ അന്തരിച്ച ഇന്ത്യൻ സിനിമയായ സത്യജിത്ത് റോയിയുടെ പഥേർ പാഞ്ചലിലൂടെ പ്രശസ്തയായ നടി. അത് ഉമാദാസ് ഗുപ്തയാണ്. സത്യജിത്ത് റായിയുടെ പഥേർ പാഞ്ചാലിയിലൂടെ പ്രശസ്തയായ വ്യക്തിയായിരുന്നു ഉമാദാസ് ഗുപ്ത. 2024 നവംബറിൽ അന്തരിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, അടുത്തിടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 213.14 കോടി രൂപ പിഴ വിധിച്ച കമ്പനി ഏതാണ്? മീറ്റയാണ്. ഇന്ത്യൻ വാട്സപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പരസ്യ ആവശ്യങ്ങൾക്കായിട്ട് മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയായി പങ്കുവയ്ക്കുന്നതാണ് കേസിന് കാരണമായത്. അടുത്തിടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 213.14 കോടി രൂപ പിഴ വിധിച്ച കമ്പനി ചോദിക്കുകയാണെങ്കിൽ അത് മീറ്റയാണ്. അടുത്ത ചോദ്യം, 2024 നവംബറിൽ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുഹമ്മദ് തയ്യാബ് ഇക്രമാണ്. മുഹമ്മദ് തയ്യാബ് ഇക്രമാണ് 2024 നവംബറിൽ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 2024 ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ ലഭിക്കുന്നത് ആർക്കാണ്? 2024 ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ ലഭിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിക്കാണ്. അടുത്ത ചോദ്യം, തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി പുതിയതായി നിലവിൽ വരുന്ന വാർഡുകളുടെ എണ്ണം. അത് 1510 തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയതായി നിലവിൽ വരുന്ന വാർഡുകളുടെ എണ്ണം 1510. ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ 1375, മുനിസിപ്പാലിറ്റി 125, കോർപ്പറേഷൻ 7. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ പേരെന്താണ്? ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ പേരാണ് എമർജൻസി. അടുത്ത ചോദ്യം, 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ബെറ്റർമാനാണ്. 2024 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ചോദിക്കാനുള്ളതാണ് ബെറ്റർമാനാണ്. മൈക്കിൾ ഗ്രേസി സംവിധാനം ചെയ്ത ഓസ്ട്രേലിയൻ ചിത്രമാണ് ബെറ്റർമാൻ. മേള നടക്കുന്നത് നവംബർ 20 മുതൽ 28 വരെയാണ്. അപ്പോൾ അതിൽ 180-ലേറെ ചിത്രങ്ങൾ എന്ത് ചെയ്യും? പ്രദർശനത്തിന് വെക്കുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.